പോലീസ് വരുന്നുണ്ട്, പെർമിഷൻ പോലീസ് വരുന്നുണ്ട്, നമ്മളെ വസ്തുവിൽ തോന്നിയാസം കാണിച്ചിട്ട് ഇങ്ങനെ വന്ന് ചുറ്റാൻ പറ്റൂല. എന്ത് തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയുടെയും 2 കുട്ടികളുടെയും പരാതി അന്വേഷിക്കാനെത്തിയ ഞങ്ങളോടുള്ള പ്രതികരണമാണിത്. ഈ പാവങ്ങളോട് അത്ര പോലും ദയവില്ല. എൻ്റെ അനിയത്തിനെ ചില സമയം ഉപദ്രവിക്കാറുണ്ട്, പിന്നെ എൻ്റെ അമ്മേനെ ഉപദ്രവിക്കാറുണ്ട്, പിന്നെ എന്നെ അങ്ങനെ അധികം ഉപദ്രവിച്ചിട്ടില്ല. എൻ്റെ അനിയത്തിനെ അടിക്കും, എൻ്റെ അമ്മേനെ പിടിച്ച് തള്ളയും ഇടിക്കുകയൊക്കെ ചെയ്യും. അത് എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് അടിക്കും. വ്യവസായിയായിരുന്ന അജികുമാറിന്റെ മരണശേഷമാണ് ഭാര്യയുടെയും മക്കളുടെയും ദുരിതം തുടങ്ങിയത്. ഭാര്യയ്ക്ക് മാനസിക പരിമിതിയേറി. 8 വയസ്സുകാരിക്ക് ഹൃദയ സംബന്ധമായ രോഗം. വരുമാനം പോലുമില്ലാത്ത കുടുംബം നാട്ടുകാരുടെ കൈത്താങ്ങിലാണ് കഴിയുന്നത്. നാട്ടുകാരെങ്കിലും എന്തെങ്കിലും സഹായിക്കാനോ അങ്ങോട്ടൊന്ന് പോകാനോ ഈ അമ്മായിയമ്മയും ഭർത്താവിൻ്റെ സഹോദരിമാരും മക്കളും സമ്മതിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ വളർന്നു വരുന്ന ഈ കുട്ടികളുടെ പേരിന് കള്ളക്കേസ് വരെ കൊടുക്കുന്നവർ, സ്വർണ്ണം അടിച്ചു മാറ്റിയെന്നും വീട്ടിലിരുന്ന പൈസ എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞ് അജികുമാറിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കി ഇവരെ വീട്ടിൽ നിന്നും പുറത്താക്കാനാണ് ബന്ധുക്കളുടെ നീക്കമെന്നാണ് ആക്ഷേപം. 10 സെന്റ് സ്ഥലത്തിനാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കള്ളപ്രമാണം ചെയ്ത് ഈ സർവേ നമ്പരൊക്കെ മാറ്റി ഇപ്പം മൂത്ത മോളെ പേരിനാക്കി. അപ്പോൾ ഈ അജികുമാറിൻ്റെ പേരിന് ഇപ്പം സ്ഥലവും ഒന്നുമില്ല. അത് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ പിള്ളേരെ അടിച്ചിറക്കിയതും. നാട്ടുകാരും പോലീസും ഇടപെട്ടിട്ടും പരിഹാരമില്ല. ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.